ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പാഷൻ ഫ്രൂട്ട് പുഡിംഗ് ആണ് ചെയ്തെടുക്കുന്നത്. പാഷൻ ഫ്രൂട്ട് ഒരുവിധം എല്ലാവരുടെയും ഫേവറേറ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു റെസിപ്പി നമുക്ക് വെറും 10 മിനിറ്റ് കൊണ്ട് തീ പോലും കത്തിക്കാതെ കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് യമ്മി മലബാർ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മുടെ ഈ റെസിപ്പിക്കായിട്ട് നമുക്ക് റസ്ക് വേണം. അപ്പോൾ ഈ റസ്കിന് പകരം നിങ്ങൾക്ക് ബിസ്ക്കറ്റും യൂസ് ചെയ്യാം, ബ്രെഡും യൂസ് ചെയ്യാം. റസ്ക്കാണ് ഒന്നും കൂടി ടേസ്റ്റ്. അപ്പോൾ നമുക്ക് റസ്ക് എടുത്തതിന് ശേഷം ഒരു ബൗളിൽ 1/2 കപ്പ് അളവിൽ പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കാം. മധുരത്തിനാണ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നത്. ഇനിയിപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഇത് ഗുഡ് ലൈഫിൻ്റെ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ വേറെ ടൈപ്പ് പാലൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ അതൊന്ന് തിളപ്പിച്ചിട്ട് എടുത്താൽ നന്നായിരിക്കും. ഇനി നമുക്ക് ഒരു പാത്രം എടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു ട്രേയിലാണ് നമ്മുടെ പുഡിങ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് പാത്രത്തിലാണോ പുഡിങ് സെറ്റ് ചെയ്യാൻ പോകുന്നത് അതെടുക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം എടുക്കാവുന്നതാണ്. സ്റ്റീൽ പ്ലേറ്റ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് നമ്മൾ ഓരോ റസ്ക്കും ഈ പാലിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ചെറിയ ചൂടുള്ള പാലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റസ്ക് സോക്കായിട്ട് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് ആ പാലിൽ ഒന്ന് ഇട്ട് വെച്ചിരുന്നാൽ മതിയാകും. അപ്പോൾ തന്നെ റസ്ക് സോക്കായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു ട്രേൻ്റെ അളവിലാണ് ഞാൻ റസ്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പാത്രത്തിൻ്റെ അളവിനനുസരിച്ചിട്ട് റസ്കിൻ്റെ അളവ് മാറിക്കൊണ്ടിരിക്കും. അതായത് ഞാനിപ്പോൾ 5 റസ്ക്കാണ് ഈ ഒരു പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ശരി, നമുക്ക് ഇനി എല്ലാ റസ്ക്കും ഇതേപോലെ സോക്ക് ചെയ്തിട്ട് ട്രേയിൽ വെച്ചിട്ട് വരാം. റസ്ക് എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരല്പം പാലിൻ്റെ മിക്സ് കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്ലാസ് എടുത്തിട്ട് ഈ റസ്ക് ഒന്ന് പൊടിച്ചെടുക്കണം. അതായത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നല്ല തിക്കായിട്ടാണ് ഇതിൻ്റെ ബേസ് വേണ്ടതെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് കൂടുതൽ റസ്ക് എടുത്താൽ മതിയാകും. ഞാനിപ്പോൾ ഈ ഒരു പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 6 റസ്ക്കാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കെല്ലാം ഇതേപോലെ അങ്ങ് പ്രസ് ചെയ്തിട്ട് ലെവൽ ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ പുഡിങ്ങിൻ്റെ മെയിൻ ആയിട്ടായ പാഷൻ ഫ്രൂട്ടിൻ്റെ സ്ക്വാഷ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്ക്വാഷിൻ്റെ ഒരു വലിയ ബോട്ടിലാണ് നമുക്ക് മേടിക്കാനായിട്ട് കിട്ടുക. 180 രൂപയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിന് ഒരു പ്രത്യേക നാച്ചുറൽ ടേസ്റ്റ് കൂടി ഉണ്ടാകും. ഇനിയിപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ചേർത്ത് കൊടുത്താലും മതിയാകും. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തിട്ട് ഞാനിത് ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ക്രീം ബീറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് അളവിൽ ക്രീം മതിയാകും നമുക്ക് ഈ ഒരു പുഡിങ് സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. പക്ഷേ ഞാനിപ്പോൾ വേറൊരു ആവശ്യത്തിനും കൂടിയായിട്ട് 1/2 കപ്പ് അളവിൽ ക്രീം എടുത്തിട്ടാണ് ഞാനിത് ബീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ 1/4 കപ്പ് അളവിൽ ക്രീം എടുത്തിരുന്നാലും മതിയാകും. അപ്പോൾ നന്നായിട്ട് സ്റ്റിഫ് പീക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ് ചേർക്കുന്ന കാര്യം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള ക്രീം ഫിയോണ ക്രീമാണ്. ഇതിന് പകരം നിങ്ങൾക്ക് ഫ്രഷ് ക്രീമും അല്ലെങ്കിൽ അമൂലിൻ്റെ വിപ്പിംഗ് ക്രീമും നിങ്ങൾക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ സ്ക്വാഷ് ഒരല്പം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്രയാണോ ഫ്ലേവർ വേണ്ടത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ഏകദേശം ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ നമ്മുടെ ക്രീമിലൊരു ചെറുതായിട്ടൊരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം യെല്ലോ ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. വളരെ ലൈറ്റായിട്ടേ ഞാൻ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇതേ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ച് നമ്മുടെ പുഡിങ്ങിൻ്റെ ട്രേ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ക്രീമെല്ലാം സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പൈപ്പിംഗ് ബാഗിലോട്ട് കുറച്ച് ക്രീമാക്കിയിട്ട് ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ സ്ക്വാഷ് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പുഡിങ് ചെയ്തെടുക്കാനായിട്ട്. വളരെ ടേസ്റ്റിയാണ്, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
പിന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.